അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അഹ്ഖാഫിലെ ഒന്നാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. ഇവിടെ കേവലം 2 അക്ഷരങ്ങൾ മാത്രമാണ് ഒരു ആയത്തായിട്ടുള്ളത്. ഇതിനെ കേവലാക്ഷരങ്ങൾ, അതായത് ഹുറൂഫുൽ മുഖത്വആത്ത് എന്ന് പറയും. ഇവിടെയുള്ള അക്ഷരങ്ങൾ ഹ, മീം എന്നീ അക്ഷരങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി ഹാഇന്റെ മഖ്റജാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നൽകേണ്ട ദീർഘത്തെയാണ്. ഇവിടെ നമുക്ക് ദീർഘങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. അതായത് ഇവിടെ അലിഫ് മദ്ദോ യാ മദ്ദോ വാവ് മദ്ദോ എഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് ഹ എന്ന അക്ഷരവും മീം എന്ന അക്ഷരവും മാത്രമേ നമുക്കിവിടെ എഴുത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മളിവിടെ ദീർഘങ്ങളെ തിരിച്ചറിയുക? ഇവിടെ ദീർഘങ്ങളില്ലേ? നമുക്കറിയാം, പാരായണത്തിൽ ഹാമീം എന്നാണ് ഈ ആയത്ത് ഓതേണ്ടത്. അപ്പോഴവിടെ ഹ എന്ന ദീർഘം വരുന്നുണ്ട്. അതുപോലെ മീം എന്ന് പറയുമ്പോൾ മീ എന്ന മീമിന് കിസ്റയിട്ട് അതിനുശേഷം യാ മദ്ദോടുകൂടി മീ എന്ന ദീർഘവും അവിടെ വരുന്നുണ്ട്. അതായത് ഇതിനെ നമുക്ക് പിരിച്ചെഴുതിയാൽ അവിടെ ദീർഘം കാണാം. എങ്ങനെയാണ് ഖുർആനിലെ ദീർഘങ്ങൾ നീട്ടേണ്ടത്? അതായത് മദ്ദിന്റെ അക്ഷരങ്ങൾ അയ്യുവ, അലിഫ്, യ, വാവ് എന്നീ അക്ഷരങ്ങളാണെന്ന് നമുക്കറിയാം. ഈ ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുകൂനോ ശദ്ദോ വന്നാൽ അവിടെ 2 ഹർക്കത്തിനേക്കാൾ കൂടുതലായി നീട്ടി ഓതണം. അതായത് അത് അസാധാരണ ദീർഘമാണ്. ഇനി ഐവയ്ക്ക് ശേഷം ഹംസയോ സുകൂനോ ശദ്ദോ വന്നിട്ടില്ലെങ്കിൽ അവിടെ 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടി ഓതാൻ പാടില്ല. അത് മദ് ത്വബീഇയാണ്, അതായത് സാധാരണ ദീർഘമാണ്. എങ്ങനെയാണ് ഇവിടെ പിരിച്ചെഴുതേണ്ടത് എന്ന് നോക്കാം. ഹ എന്ന അക്ഷരം എഴുതിയ ശേഷം അതിനു മുകളിൽ ഫത്ഹ എഴുതുന്ന സമയത്ത് ഹ എന്ന് വായിക്കും. ഇതിനെ ദീർഘമാക്കാൻ അതിനോട് കൂടി ഒരു അലിഫ് ചേർക്കുന്നു. അതായത് ഐവയിലെ അലിഫ് ഹ എന്ന്. അപ്പോൾ നമ്മൾ ദീർഘമായി ആ അക്ഷരത്തെ വായിക്കും. പ്ലസ് മീം എന്നത്, മീം എന്ന അക്ഷരം എഴുതിയ ശേഷം അതിന് താഴെ കെസ്റ എഴുതിയാൽ മി എന്ന് വായിക്കും. ഇതിനെ ദീർഘമാക്കാൻ അതിൻ്റെ കൂടെ യ മദ് എഴുതുന്നു. അപ്പോൾ മീ എന്ന് ദീർഘമായി വായിക്കുന്നു. അതിനുശേഷം വീണ്ടും മീം എന്ന അക്ഷരം എഴുതി സുകൂൻ നൽകുന്നു. ഇപ്പോൾ ഇവിടെ മീം എന്ന് വായിക്കാം. ഇങ്ങനെ പിരിച്ചെഴുതുമ്പോൾ 2 സ്ഥലങ്ങളിൽ ദീർഘങ്ങൾ വന്നതായി നമുക്ക് കാണാം. ഒന്ന് ഹാഇന്റെ കൂടെ അലിഫ് മദ് വന്നു. രണ്ടാമതായി മീമിന്റെ കൂടെ യ മദ്ദും വന്നു. ഈ 2 സ്ഥലങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഹ എന്ന അലിഫ് മദ്ദിന് ശേഷം അവിടെ നമുക്ക് ഹംസയോ സുകൂനോ ശദ്ദോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ മീം എന്നത് പിരിച്ചെഴുതിയ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ യ മദ്ദിന് ശേഷം സുകൂൻ കാണാം. അതായത് യ മദ്ദിന് ശേഷം തൊട്ടടുത്ത അക്ഷരം സുക്കൂനോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് യ മദ്ദിന് ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഐവയ്ക്ക് ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മദ്
മദ്ദുൽ ഫറഇയാണ്, അസാധാരണ മദ്ദാണ്. ഇനി ഇവിടെ വന്നിട്ടുള്ളത് ഐവയ്ക്ക് ശേഷം സുക്കൂനാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധമായും 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതേണ്ടതാണ്. മീ എന്ന ദീർഘം 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതൽ വളരെ നിർബന്ധമാണ്. അതായത് ഇതിന്റെ ഹുക്മ് ലാസിമാണ്. ഈ മദ്ദിന്റെ പേര് മദ് ലാസിം എന്നാണ്. ഒന്നാമത്തെ ആയത്തിൽ 2 അക്ഷരങ്ങളാണുള്ളത്. ഇതിൽ ഹ എന്ന അക്ഷരം 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. കാരണം ഹ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ശബ്ദോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് ഹ എന്ന് 2 ഹർക്കത്തിന്റെ സമയം മാത്രമേ നീട്ടി ഓതാൻ പാടുള്ളൂ. എന്നാൽ മീം എന്നതിലെ മീ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നതുകൊണ്ട് ഇവിടെ മീ എന്ന ദീർഘം മദ് ലാസിമാണ്. വളരെ നിർബന്ധമായും അവിടെ 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതണം. മീ ഇങ്ങനെ 6 ഹർക്കത്തിന്റെ സമയം അവിടെ വളരെ നിർബന്ധമായും നീട്ടി ഓതേണ്ടതാണ്.